ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി, പിന്നെ പാർട്ട്ലി സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ഇതിൻ്റെ ചില കമ്പ്യൂട്ടേഷൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഹൗസ് പ്രോപ്പർട്ടിക്ക് വരുന്നത്. ഒന്ന് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയാണ്, 2 ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയാണ്, മൂന്നാമത്തത് ഇതിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് പറയുമ്പോൾ ഫുള്ളി സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൻ്റെ ആനുവൽ വാല്യൂ നില്ലായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം ഡിഡക്റ്റ് ചെയ്യാം. പാർട്ട്ലി സെൽഫ് ഒക്യുപ്പൈഡ് ആൻഡ് ലെറ്റ് ഔട്ട് ആണെങ്കിൽ അതിൽ 2 ഭാഗമാണ്. അല്ലെങ്കിൽ സെയിം ഹൗസിൻ്റെ പകുതി ഭാഗം സെൽഫ് ഒക്യുപ്പൈഡും മറ്റേ ഭാഗം ലെറ്റ് ഔട്ട് ആയിരിക്കും. എങ്കിൽ ത്രൂ ഔട്ട് ഒരു പീരീഡിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് വരെ സെൽഫ് ഒക്യുപ്പൈഡും ദെൻ അത് ലെറ്റ് ഔട്ട് ആയിരിക്കും. അങ്ങനെ മെയിൻലി സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസസ് ഈ 2 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഫുള്ളി ഒക്യുപ്പൈഡും അതുപോലെ പാർട്ട്ലി സെൽഫ് ഒക്യുപ്പൈഡ് ആയിരിക്കും. അപ്പോൾ ഓർക്കുക, സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, ആനുവൽ വാല്യൂ നില്ലായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 എല്ലാം ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓൺലി ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമേ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി രണ്ടും കൂടി സെൽഫ് ഒക്യുപ്പൈഡ് ലെറ്റ് ഔട്ടും വരാണെങ്കിൽ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ കാൽക്കുലേഷൻസ് ആസ് യൂഷ്വൽ ആണ് നമ്മൾ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ കാണും. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുമ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് അണ്ടർ സെക്ഷൻ 24 പ്രകാരമുള്ള ഡിഡക്ഷൻസ് നമ്മൾ കുറയ്ക്കും. അപ്പോൾ അവിടെ എടുക്കുന്ന എമൗണ്ടുകളെല്ലാം നമ്മൾ ഹാഫാണ് എടുക്കുക. അതായത് ഇവിടെ പകുതി ഭാഗം സെൽഫ് ഒക്യുപ്പൈഡ് ആണ്. റെൻ്റൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ, ആക്ച്വൽ റെൻ്റൽ വാല്യൂ, മുനിസിപ്പൽ ടാക്സും ഒക്കെ നേർ പകുതിയാണ് നമ്മൾ എടുക്കുക. ആക്ച്വൽ റെൻറ്റ് മാത്രം ഫുൾ എമൗണ്ട് എടുക്കും. അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസസ് ഒന്നിൽ കൂടുതൽ ഹൗസസ് ഉണ്ടെങ്കിൽ നമ്മൾ 2 ഹൗസ് വരെ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഗ്രോസ് ആനുവൽ നെറ്റ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും. ദെൻ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡിഡക്റ്റ് ചെയ്യാം. ബട്ട് ഇതിൽ കൂടുതൽ ഹൗസസ് ഉണ്ടെങ്കിൽ 2 സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കിയിട്ട് ബാക്കി ഹൗസസിനെ നമ്മൾ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്, അതിനൊരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി സ്റ്റാറ്റസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയും അതുപോലെ പാർട്ട്ലി സെൽഫ് ഒക്യുപ്പൈഡ് വരുന്നതിൻ്റെ പ്രോബ്ലംസ് കുറച്ച് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നത് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഒരു കേസാണ്. അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ നമുക്കറിയാം 2021 ആണ്. ആ ഒരു പീരീഡ് മുഴുവനും ലാസർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി സ്വന്തം പർപ്പസിനാണ് ആ വീട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്, FRV ഫെയർ റെൻ്റൽ വാല്യൂ, മുനിസിപ്പൽ ടാക്സ്, റിപ്പയേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ഇവിടെ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വേറെ കമ്പാരിസൺ ഒന്നും ചെയ്യണ്ട. ദ ഹൗസ് ഈസ് സെൽഫ് ഒക്യുപ്പൈഡ്, അതുകൊണ്ട് നമുക്കറിയാം ആനുവൽ വാല്യൂ നില്ലായിരിക്കും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ 15,000 എന്ന് പറയുന്നുണ്ട്. അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ല വരിക. സെൽഫ് ഒക്യുപ്പൈഡ് ഫുള്ളി സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് 15,000 വരിക. ബിക്കോസ് നമുക്കറിയാം ഇവിടെ ആനുവൽ വാല്യൂ ഒന്നുമില്ല, റെൻ്റായിട്ട് നമുക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിനെ സംബന്ധിച്ച് റെൻറ്റ് കിട്ടുന്നില്ല, എന്നാൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫുൾ ഇയറിൽ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ ആനുവൽ വാല്യൂ നിൽ നിന്ന് നമുക്ക് ഓൺലി ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമേ ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 15,000 കിട്ടി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതിനകത്ത് 2 ഹൗസസിൻ്റെ കേസ് പറയുന്നുണ്ട്. ഒന്ന് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി, 2 ഹൗസ് 2 എന്ന് പറയുന്നത് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ വെരി ഈസിയാണ്, നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഇവിടെ വേറെ ഒന്നും നോക്കണ്ട, നെറ്റ് ആനുവൽ വാല്യൂ നില്ലാണ്. നമ്മൾ എന്ത് കുറയ്ക്കണം, ഇൻട്രസ്റ്റ് ഓൺ ലോണ് കുറയ്ക്കുക. അതിവിടെ 40,000 ആണ്. ഓക്കെ, അപ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ നിൽ,
ദെൻ ഇൻട്രസ്റ്റ് ലോൺ 40,000. അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ല, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് 40,000 കിട്ടി. സെക്കൻഡ് കേസ് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് പോലെ ആ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണം. ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം MRV, FRV വിച്ച് എവർ ഈസ് ഹയർ, കമ്പയർ വിത്ത് SRV വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ERV. അതിനെ നമ്മൾ ആക്ച്വൽ റെൻ്റൽ വാല്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ എമൗണ്ട് ആണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. നോക്കുമ്പോൾ നമുക്കറിയാം MRV 63,000 ആണ്, FRV 60 ആണ്. അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഹയർ വാല്യൂ 63,000 ആണ്. നമുക്കിവിടെ SRV ഒന്നും തന്നിട്ടില്ല. ആ 63,000-നെ നമ്മൾ മന്ത്ലി റെൻറ്റ് 5,000. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ റെൻറ്റ് ആദ്യം കാണണം. അപ്പോൾ നമുക്കറിയാം അത് 60,000 ആണ്. 12 × 5 കമ്പയർ ചെയ്യുമ്പോൾ ഹയർ വാല്യൂ 63,000 കിട്ടും. അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. MRV 63,000, FRV 60, വിച്ച് എവർ ഈസ് ഹയർ 63. അതിനെ ARV 60 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ എമൗണ്ട് 63,000. ഇവിടെ സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ ഇല്ല, ലോവർ വാല്യൂ എടുക്കാനായിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ 63,000 കിട്ടി. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് 3,150. അത് ക്വസ്റ്റ്യനിൽ നമുക്ക് 5% എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ അത് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവിൻ്റെ 5% എന്നാണ് ഇതെടുക്കേണ്ടത്. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ MRV 63,000, അതിൻ്റെ 5% എന്ന് പറയുന്നതാണ് ഈ 3,150 കിട്ടിയത്. അപ്പം അങ്ങനെ ഗ്രോസ് ആനുവൽ വാല്യൂ 63,000-ൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് 3,150 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ആനുവൽ വാല്യൂ 59,850 നമുക്ക് കിട്ടും. ആനുവൽ വാല്യൂ NAV-യിൽ നിന്ന് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%. അത് നമുക്ക് കിട്ടിയിട്ടുള്ള നെറ്റ് ആനുവൽ വാല്യൂ 59,850-യുടെ 30%. അപ്പോൾ 17,955 കിട്ടും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡയറക്റ്റ്ലി 15,000 തന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%ഉം അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 17,955-ഉം 15,000-ഉം ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്? 32,955 ആണ് ഓൾ ടുഗെദർ അത് കിട്ടുക. അത് നെറ്റ് ആനുവൽ വാല്യൂ 59,850-ൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 26,895 ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടുക. ഈ പ്രോബ്ലത്തിൽ നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് സെപ്പറേറ്റ്ലി, ലെറ്റ് ഔട്ട് സെപ്പറേറ്റ്ലി, അങ്ങനെ 2 ഹൗസിൻ്റെ കേസസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇതിൻ്റെ കോമ്പിനേഷനാണ്. സെൽഫ് ഒക്യുപ്പൈഡും ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി ഒരു വ്യക്തിയിൽ തന്നെ വരുന്ന ആളുടെ ടോട്ടൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. SRV തന്നിട്ടുണ്ട്, MRV തന്നിട്ടുണ്ട്, ARV തന്നിട്ടുണ്ട്, മുനിസിപ്പൽ ടാക്സ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ കൺസ്ട്രക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് പറയുന്നത് എന്താണ്? ഹാഫ് ഓഫ് ദ പോർഷൻ ഓഫ് ദ ഹൗസ് ഈസ് സെൽഫ് ഒക്യുപ്പൈഡ് ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ദ റിമൈനിങ് പോർഷൻ ഈസ് ലെറ്റ് ഔട്ട്. അതായത് ഒരു വീടിൻ്റെ പകുതി ഭാഗം സെൽഫ് ഒക്യുപ്പൈഡും ബാക്കി ഭാഗം എന്താണ്? ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയാണ്. അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇപ്പോൾ ഒരു സെയിം വീട്, അതിൻ്റെ അപ്സ്റ്റെയർ ലെറ്റ് ഔട്ട്, ഡൗൺ പോർഷൻ എന്താണ്? സെൽഫ് ഒക്യുപ്പൈഡ്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയുടെ തന്നെയാണ്. അപ്പോൾ ആളുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെൽഫ് ഒക്യുപ്പൈഡിൻ്റെയും ഈ ലെറ്റ് ഔട്ട് പോർഷൻ്റെയും നമ്മൾ സെപ്പറേറ്റ് കണ്ടിട്ട് അത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടുക. ബട്ട് നമുക്കറിയാം ഇവിടെ സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് പറയുമ്പോൾ ലോസ് ആയിരിക്കും, ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ടാണ് ആ വ്യക്തിയുടെ ടോട്ടൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി പകുതി പോർഷൻ ആകുമ്പോഴും ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി പകുതിയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ MRV ഹാഫ് എടുക്കുക, 90,000-ൻ്റെ പകുതി, അതായത് എത്രയാണ്? നമുക്ക് 45,000 ആണ് കിട്ടുക. അതുപോലെ SRV 85,000 ആണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് പകുതി 42,500 ആണ് എടുക്കുക.
ആക്ച്വൽ റെൻ്റൽ വാല്യൂ മാത്രം ഫുൾ എമൗണ്ട് എടുക്കും. അപ്പോൾ നമ്മളിവിടെ മന്ത്ലി റെൻറ്റ് 4800 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റു 12 ത്രൂ ഔട്ട് ഇയറിൽ നോക്കുമ്പോൾ 57,600 ആണ് കിട്ടുക. ഇനി പ്രോബ്ലത്തിൽ ബാക്കി മുനിസിപ്പൽ ടാക്സ് ഒക്കെ ഇതുപോലെ ഹാഫായിട്ടാണ് പ്രൊപ്പോർഷനേറ്റ് ചെയ്തെടുക്കുക. ഒരു കാര്യം ഓർക്കുക, ആക്ച്വൽ റെൻറ്റ് മാത്രം ഫുൾ എമൗണ്ട് എടുക്കും. ഈ കേസിൽ പകുതി ഭാഗം സെൽഫ് ഒക്യുപ്പൈഡും ബാക്കി ഭാഗം ലെറ്റ് ഔട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് പോർഷൻ്റെ കേസാണ് നോക്കുന്നത്. നമുക്കറിയാം സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൻ്റെ ആനുവൽ വാല്യൂ നില്ലായിരിക്കും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആനുവൽ വാല്യൂ നിൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 16,000 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 16,000ൻ്റെ ഹാഫ് പോർഷൻ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിക്കും ഹാഫ് പോർഷൻ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിക്കാണ്. നമുക്കിവിടെ 16,000ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 8,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എടുക്കുക. ഓക്കെ, അപ്പോൾ ആനുവൽ വാല്യൂ നില്ലിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 8,000 കിട്ടും. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആ പോർഷൻ്റെ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി MRV, FRV, SRV ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിക്ക് നമുക്കറിയാം ആ പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കമ്പാരിസൺ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ MRV, FRV ഒക്കെ ഹാഫ് പോർഷനാണ് എടുക്കുക. അപ്പോൾ 45,000ഉം 42,000ഉം. അപ്പോൾ ഇതിൽ RV ഇല്ല. അപ്പോൾ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂയും SRVയിലും നമ്മൾ ലോവർ വാല്യൂ ആണ് എടുക്കുക. അപ്പോൾ 42,500 കിട്ടി. അത് ആക്ച്വൽ റെൻ്റൽ വാല്യൂ ആയ 57,600 വെച്ച് കമ്പയർ ചെയ്യും. അപ്പോൾ ഹയർ എമൗണ്ട് 57,600 കിട്ടും. ഇതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ, ഇത് MRV, FRV ഹയർ ആണ് എടുക്കേണ്ടത്. അത് ഇവിടെ ഇല്ല. FRV ഇവിടെ ഇല്ല. അപ്പോൾ ഹയർ എമൗണ്ട് എന്ന് പറയുന്നത് 45,000 ആണ്. ദെൻ SRV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോവർ എമൗണ്ട്. അപ്പോൾ 45ഉം 42 നോക്കുമ്പോൾ 42,500 ആണ് ലോവർ വാല്യൂ. അതാണ് നമ്മുടെ ERV എന്ന് പറയുന്നത്. ദെൻ അത് ആക്ച്വൽ റെൻ്റൽ വാല്യൂ വെച്ച് കമ്പയർ ചെയ്യണം. അപ്പോൾ 57,600 കിട്ടി. അതിൽ ഹയർ എമൗണ്ട്. അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ, ഒരു കാര്യം ഓർക്കുക, പാർട്ട്ലി ലെറ്റ് ഔട്ട് സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ എല്ലാത്തിൻ്റെയും പ്രൊപ്പോർഷനേറ്റ് ആണ് എടുക്കുക, ഹാഫാണ് എടുക്കുക. ആക്ച്വൽ റെൻ്റൽ വാല്യൂ മാത്രം ഫുൾ എമൗണ്ട് എടുക്കും കമ്പാരിസന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ലെറ്റ് ഔട്ട് പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ ഈ 57,600 എഴുതി. ദെൻ അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാം പ്രൊപ്പോർഷനേറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ ഇവിടെ 4,000 ആണ് മുനിസിപ്പൽ ടാക്സ് പറയണത്, അതിൻ്റെ ഹാഫ്. അപ്പോൾ 2,000 നമ്മൾ ഈ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 55,600 നെറ്റ് ആനുവൽ വാല്യൂ കിട്ടി, ആനുവൽ വാല്യൂ. ഇനി അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കണം. ഡിഡക്ഷൻ ഈ നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ 30%, അതായത് 55,600ൻ്റെ 30% 16,680 കിട്ടി. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അത് ടോട്ടൽ 16,000 ആണ്. പകുതി 8,000 നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് പോർഷൻ എടുത്തു. ഇവിടെ 8,000. ഓക്കെ, ഹാഫ് ഓഫ് 16,000. അപ്പോൾ അതും കിട്ടി. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 16,680, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 8,000ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 24,680 നമുക്ക് ഈ നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ 30,920 നമുക്ക് ഇൻകം ഫ്രോം ഹൗസ് പ്രോപ്പർട്ടി കിട്ടി. ടോട്ടൽ ഇൻകം ഫ്രോം ഹൗസ് പ്രോപ്പർട്ടിയാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ സെൽഫ് ഒക്യുപ്പൈഡും അതുപോലെ തന്നെ ലെറ്റ് ഔട്ട് പോർഷനും ഒരു അസസിയുടെ തന്നെയാണ്. കാണാനായിട്ട് നമുക്ക് ഈ കിട്ടിയേക്കുന്ന ഇൻകത്തിൽ നിന്ന് ലോസ് കുറയ്ക്കും. അപ്പോൾ 30,920 ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ലോസായ 8,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 22,920 ടോട്ടൽ ഇൻകം ഫ്രോം ഹൗസ് പ്രോപ്പർട്ടി കിട്ടി. ഇന്ന് ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് കേസ് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയാണ്. അവിടെ നമുക്കറിയാം നെറ്റ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം അതിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോസ് ഫ്രം സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി മാത്രമാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പാരിസൺ ചെയ്ത് കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കും? മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുമ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് അണ്ടർ സെക്ഷൻ 24 പ്രകാരമുള്ള ഡിഡക്ഷൻസ് നമുക്ക് കുറയ്ക്കാം. അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോണ്,
അതുപോലെ തന്നെ 1/5 ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ്. ഇത്രയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ദെൻ ഇതിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ പറഞ്ഞത്. അതായത് പകുതി ഭാഗം സെൽഫ് ഒക്യുപ്പൈഡും പകുതി ഭാഗം ലെറ്റ് ഔട്ടും. അപ്പോൾ അങ്ങനത്തെ കേസിൽ സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ സെപ്പറേറ്റ് അതിൻ്റെ ലോസ് കണ്ടുപിടിക്കണം. ദെൻ ലെറ്റ് ഔട്ടിൻ്റെ സെപ്പറേറ്റ് അതിൻ്റെ ഇൻകം കണ്ടുപിടിക്കണം. ദെൻ ഇത് രണ്ടും തന്നെ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ഒരു കാര്യം ഓർക്കേണ്ടത്, ഇങ്ങനെ രണ്ടും കൂടി വരുന്ന കേസിൽ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ഡിവിഷനാണ് ചെയ്യേണ്ടത്. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂം അതുപോലെ SRV, FRV, മുനിസിപ്പൽ ടാക്സ്, ഇൻട്രസ്റ്റ് ഇതെല്ലാം പകുതിയാണ് എടുക്കുക. ഓക്കെ, ഓൺലി ആക്ച്വൽ റെൻ്റൽ വാല്യൂ മാത്രം ഫുൾ എമൗണ്ട് എടുക്കും. ഇത്രയും കാര്യം ഓർക്കുക. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.